നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മരിച്ച വിദ്യാർത്ഥി നിതിൻ്റെ ശബ്ദ സന്ദേശം പുറത്തുവന്നിട്ടുണ്ട്. കൂട്ടുകാർക്ക് അയച്ചതാണ്. സ്റ്റാഫ് റൂമിൽ വെച്ചും മറ്റും ജാതീയമായി കടുത്ത അധിക്ഷേപം നേരിട്ടുണ്ടെന്നാണ് പറയുന്നത്. ശബ്ദ സന്ദേശം പുറത്ത് വിദ്യാർത്ഥി നേരിട്ടിരുന്നത് കടുത്ത മാനസിക പീഡനം. സുഹൃത്തുക്കൾക്ക് പങ്കുവച്ച ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നത്. സ്റ്റാഫ് റൂമിൽ വെച്ച് നിരന്തരമായി അപമാനിക്കാറുണ്ടെന്നും ശബ്ദ സന്ദേശത്തിൽ പറയുന്നു. ആ ശബ്ദ സന്ദേശത്തിലേക്ക് ഇല്ല ഇന്നലത്തോടെ അയാളുടെ വിലയെല്ലാം പോയിട്ടുണ്ട്. എന്നെ കുറേ പേര് വിളിച്ചിട്ടുണ്ട്. നീ അതാണ് കുട്ടി, കാരണം ഇത്രയും ബോയ്സിനെ എല്ലാവരും പച്ചക്കിച്ചു. ഇവിടെ സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നലെ ഒരു പേരെടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഇന്നലെ ശരിക്കും നിങ്ങളെന്നെ കണ്ടില്ലേ, ഞാൻ അയാളുടെ ക്ലാസ് ശ്രദ്ധിച്ച് അയാൾ പറയുന്ന കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നെ വെറുതെ എഴുതി ചേർത്തിയിട്ട് അമ്മേനെയും കളിയാക്കി, അമ്മയുടെ സർജറിയെയും കളിയാക്കിയിട്ട് അതിന് ശേഷം പറയണേ എൻ്റെ 3 മാർക്ക് കുറച്ചെന്ന പാരൻസിനെ പോയി ഇത് കൊടുക്കാൻ എൻ്റെ സർപ്രൈസായിട്ട് കൊടുത്തേക്കാം. ദിൽന ദിനേശ് കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ദിൽന, കഴിഞ്ഞ ദിവസം തന്നെ ഈ നിതിന്റെ കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് ഈ അധ്യാപകർക്കെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. അതായത് നിതിന്റെ ആത്മഹത്യയിൽ അധ്യാപകർക്ക് വ്യക്തമായ പങ്കുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു കുടുംബത്തിന്റെ ഭാഗത്തു നിന്നുള്ള ആരോപണം. എന്തായാലും ആ ആരോപണങ്ങളെ സാധൂകരിക്കുന്ന കൂടുതൽ തെളിവുകളാണ് ഇപ്പോൾ ഈ ശബ്ദ സന്ദേശത്തിലൂടെ പുറത്തു വരുന്നത്. തീർച്ചയായും ആര് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇപ്പോൾ ആ ശബ്ദ സന്ദേശം കൂടെ പുറത്തു വരുന്നതോടുകൂടി നമുക്ക് ആ കുട്ടി നേരിട്ടിരുന്ന വലിയ തരത്തിലുള്ള ഒരു ജാതി അധിക്ഷേപം, സ്റ്റാഫ് റൂമിൽ വെച്ച് നിരന്തരമായി വലിയ തരത്തിലുള്ള അപമാനകരമായിട്ടുള്ള രീതിയിലുള്ള അധിക്ഷേപം ഒക്കെ നേരിട്ടിരുന്നു എന്നുള്ള നിതിൻ രാജിൻ്റെ ഓഡിയോ സന്ദേശം തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് നിതിൻ രാജിൻ്റെ ഈ വീടിന് മുന്നിലാണ്, നെടുമങ്ങാടുള്ള വീടിന് മുന്നിലാണ്. ഒരുപാട് വർഷമായിട്ട് നിതിൻ രാജും കുടുംബവും ഒക്കെ താമസിക്കുന്ന വീടാണിത്. വാടകയ്ക്കാണ് ഒരുപാട് വർഷമായിട്ട് താമസിക്കുന്നത്. ഇന്ന് രാവിലെ 7:30 മൃതദേഹം ഇപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഒരുപാട് പേരും സഹോദരിമാരും ഒക്കെ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്കറിയാം, നേരത്തെ സഹോദരി നമുക്ക് തന്ന ബൈറ്റ് അനുസരിച്ച് തന്നെ വലിയ തരത്തിലുള്ള ഒരു അപമാനവും ജാതി അധിക്ഷേപവും